ഹലോ നമസ്കാരം. പ്രഹസനത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 62ാമത്തെ ദിവസത്തിന്റെ റിവ്യൂ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ശ്രീജിത്ത് ആണ്. ഇവിടെ അമീറാണ്. തുടങ്ങാം. ആകെ മൊത്തത്തിലൊരു അലമ്പ് ദിവസമായിരുന്നു അല്ലേ? എന്താ പറയാ, ഒരു പ്രത്യേക അജണ്ട വെച്ചിട്ട് ചെയ്ത പോലെ തോന്നി. കൂടാതെ സാബുമോൻ എന്ന പടുവൃക്ഷം അല്ലെങ്കിൽ പടുവാഴ അകത്തുനിന്ന് ഒന്നും പറയാൻ പറ്റാതെ വായിൽ പഴമായിട്ട് നിന്നിട്ട് പുറത്ത് മറ്റേ വീഡിയോ കോൾ ചെയ്തിട്ട് പറയുന്നു. അതെ 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 5 സ്റ്റാർ ഹോട്ടലാണെന്ന് വിചാരിച്ചിട്ട് അമ്മിണി ലോഡ്ജായിരുന്നു, അകത്ത് വെച്ച് വായിൽ പഴമായിരുന്നു. അതെ അതെ നമ്മൾ വിചാരിച്ച് ഭയങ്കര ഗെയിം ചേഞ്ച് ഒക്കെ നടത്തുന്നു. അപ്പൊ ഒന്നും ചെയ്യാതിരുന്നപ്പോ വിചാരിച്ച് ഇതോടെ അങ്ങ് അവസാനിച്ചത്. അപ്പൊ വെളിയിൽ ചെന്നിട്ട് പറയുന്നത് വയറിളവി. വെളിയിൽ ചെന്നിട്ടാണ് വയറിളവിയത്. ആര് ചെയ്ത പ്രശ്നം പുള്ളി കുഴപ്പമില്ല, അതെല്ലാം ക്ഷമിച്ചു. പവർ ടീമും ഋഷിയും ചെയ്തതിനെ പറ്റി മാത്രം ഇങ്ങനെ വാതുരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി പിന്നെ മൊത്തത്തിലുള്ള സെറ്റപ്പ് ഒരു അമ്മിണി ലോഡ്ജിന്റെ സെറ്റപ്പ് ആയിരുന്നു എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. മേനോന് ആദ്യം ഷുഗർ കോട്ട് ചെയ്ത് സംസാരിച്ച്, എന്നിട്ട് സാബുമോൻ പറഞ്ഞപ്പം അങ്ങനെ അല്ലെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് വീണ്ടും അവളും മാറ്റി സംസാരിച്ചു. അപ്പം ഇവരെല്ലാരും അകത്ത് വരുമ്പോൾ ഉള്ള രീതിയിലല്ല പുറത്ത് വരുന്നത്. ഇവര് തന്നെ എടുക്കുന്ന ഡബിൾ സ്റ്റാൻഡാണ് അവിടെ നമ്മൾ കണ്ടത്. പക്ഷെ അതെ, അല്ല ഈ സാബുമോന്റെ സീസണിലൊന്നും പുള്ളിക്കാരൻ ഈ പറയുന്ന എന്താണ് മറ്റുള്ളവരെ വിശ്വസിച്ചിരുന്നു, മറ്റുള്ളവരടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടില്ല, ശബ്ദം ഉയർത്തി സംസാരിച്ചിട്ടില്ല തുടങ്ങി. പാവം നോക്കിയാലും കിട്ടും സാബുമോന്റെ മാസ് ഡയലോഗ് അടികൾ. മാസം എന്ന് ഞാൻ പറയുന്നത് ഇതുപോലെ ആരടുത്തൊക്കെ പെണ്ണുങ്ങളുടെ അവിടെ ഉള്ള എല്ലാ പെണ്ണുങ്ങളുടെ കയറി സംസാരിച്ചിട്ടുള്ള ആളാണ്. അതെ 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 മാസ് ഡയലോഗ് അടിക്കാൻ പോലും പരിപാടി എല്ലാം ഉണ്ടായിരുന്ന ആളാണ്. എന്നിട്ടാണ് ഈ പറയുന്ന തമ്മില് വിശ്വാസമില്ല, സ്നേഹം വേണം, പഴയ കാര്യങ്ങൾ ഓർത്തിട്ട് ഇന്നത്തെ ഗെയിമിലേക്ക് എടുത്തിടരുത്. ഇന്നലെ നടന്ന കാര്യം ഇന്നലെ കഴിഞ്ഞു, അത് ഗെയിമാണ്. ഇന്ന് മണിയും സാബുമോനൊക്കെ ആയിട്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടായിട്ടെന്നൊക്കെ അതൊന്നും ഇപ്പൊ പറയാം. ഇപ്പൊ പുള്ളിക്കാരൻ ഇപ്പൊ വലിയ നന്മവരാണല്ലോ, അതുകൊണ്ട് ഇപ്പൊ എന്തും പറയാം. അതെ, പൈസ കൊടുത്തു കൊണ്ടുവന്ന നന്മമരം. അതല്ലാതെ പ്രത്യേകിച്ചൊന്നും ഈ സാബുമോനെ പറ്റി പറയാനില്ല. കാര്യം അതിനെപ്പറ്റി കൂടുതലൊന്നും നമ്മൾ പറയുന്നില്ലല്ലേ, പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റി. അതാണ് നല്ലത്. അത് ബിഗ് ബോസ് പോലും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ പിന്നെ നമ്മുടെ എടുത്ത് പറയേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. കാര്യം സാബുമോൻ തന്നെ നേരത്തെ എന്തോ പറഞ്ഞിട്ടുണ്ടെന്നും ഇപ്പൊ പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നു. അപ്പൊ നമുക്ക് എന്തായാലും കണ്ണിൽ കാണുന്നത് മാത്രമേ പറയാൻ പറ്റൂ. എന്തായാലും ഒരു പെയ്ഡായിട്ട് കൊണ്ടുവന്ന ആള് തന്നെയാണ്. അതുകൊണ്ട് വാങ്ങിയ പൈസയോട് കൂറ് കാണിച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. അതെ ശരിയാണ്, വാങ്ങിയ പൈസക്ക് കൂറ് കാണിച്ച മികച്ച നടൻ എന്നല്ലാതെ ഒന്നും പറയാനില്ല. അഭിനയിക്കാൻ വേണ്ടി അകത്ത് വന്ന് അഭിനയിച്ചു. അതെ, പുറത്ത് വന്നിട്ട് അവരെന്താണോ പറയാൻ പറഞ്ഞത് അത് അതുപോലെ ഇങ്ങനെ ഉരുവിട്ടു, അത്രേ ഉള്ളൂ. അതെ, എന്ന് വെച്ചാൽ എനിക്ക് തോന്നി, ഇപ്പം നീ ഇപ്പൊ പറയാനത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, വീഡിയോ കോളിലൂടെ ഈ പറയുന്ന ശ്വേതയും നമ്മുടെ സാബുമോനും അഭിനയിക്കുന്നു, സ്റ്റേജിൽ നിന്ന് ലാലേട്ടൻ അഭിനയിക്കുന്നു. അത്രേ ഉള്ളൂ. അതില് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എന്തായാലും നമുക്ക് എന്താണ് 62ാമത്തെ എപ്പിസോഡിലേക്ക് പോവാം. അതെ, പോണ വഴിക്ക് നമുക്ക് കൊടുത്തു പോവാല്ലേ. വേറെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. കാര്യം ജാസ്മിനെ മാത്രം എന്താണ് ഫേവർ ചെയ്തുകൊണ്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു കേട്ടോ. എനിക്ക് ഫീൽ ചെയ്തു. കാര്യം ജാസ്മിൻ നമ്മുടെ ജിൻഡോയെ ജയിലിൽ വെച്ച് അടിച്ചിട്ടുണ്ട് നേരത്തെ. അപ്പം അന്ന് എന്താണ് ജിൻഡോ ക്ഷമിച്ചുകൊണ്ട് എന്തോ മഹാമനസ്കതയൊന്നും ലാലേട്ടൻ അവിടെ പറഞ്ഞിട്ടില്ല. എന്നാലും ജിൻഡോ ക്ഷമിച്ചവരുടെ ആ ഇഷ്യൂ അവിടെ അവസാനം. വേറൊരു കാര്യം, അത് എനിക്ക് തോന്നുന്നത് ലാലേട്ടൻ ഡിസ്കസ് ചെയ്തിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഡിസ്കസ് പോലും ചെയ്തിട്ടില്ല. അതാണ് എന്തെങ്കിലും അടിച്ചായിരുന്നോ, എന്തെങ്കിലും ചെയ്തായിരുന്നോ എന്നൊക്കെ ഉള്ള രീതിയിൽ ചോദിച്ചായിരുന്നു ഒരു തവണ. അപ്പൊ ജിൻഡോ പറഞ്ഞാൽ അതൊക്കെ ഫണ്ണായിട്ടുള്ള രീതിയിൽ അങ്ങ് ഉപേക്ഷിച്ച്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം റസ്മിൻ എന്താണ് പിടിച്ചു തള്ളിയെന്നോ എന്തോ പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ജാസ്മിൻ ക്ഷമിച്ചു. അന്ന് ജിൻഡോ ക്ഷമിച്ചപ്പോ ഒന്നുമില്ല, അതിനെപ്പറ്റി ഒരു സംസാരമില്ല. ഇതിപ്പോ റസ്മിന്റെ കേസിൽ ജാസ്മിൻ ക്ഷമിച്ചിട്ടും 2 ആഴ്ച ഡയറക്റ്റ് നോമിനേഷൻ. അതെന്ത് ഇരട്ടത്താപ്പാണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാര്യം ജാസ്മിനെ തൊട്ടപ്പോഴത്തേക്ക് ബിഗ് ബോസിന് പൊള്ളിയതാണോ ഇനി ലാലേട്ടൻ പേഴ്സണൽ ഡിസിഷനിൽ പൊള്ളിയതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ക്ഷമിച്ചു കഴിഞ്ഞാൽ ശിക്ഷ കൊടുക്കും. കാര്യം തൊട്ടത് ജാസ്മിനെയാണ്, സൂക്ഷിച്ചു വേണം കളിക്കാൻ എന്നുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലായത്. അതുപോലെ ജാസ്മിനെ ആരൊക്കെ എന്തൊക്കെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവരെല്ലാവരെയും നിർത്തി പൊരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ സിബിന്റെതും വിരുദ്ധമല്ല. സിബിൻ വന്ന് ആ സമയത്ത് ജാസ്മിനായിട്ട് കൊമ്പ് ഓർത്ത് ജാസ്മിനെ ഒരുപാട് നെഗറ്റീവ് ആക്കി അന്ന് നിന്ന സമയത്താണ് സിബിനെ എടുത്തിട്ട് പൊരിക്കുന്നത്. അതെ, അതിന്റെ ബാക്കിയായിട്ടാണ് പുള്ളി പുറത്തും പോകുന്നത് എന്നാണ് സാരിത്തുമ്പ് വിളിച്ച സമയത്ത് പുള്ളിയും പോയത്. അപ്പം അത് എന്റെ പ്രേക്ഷകരുടെ വോട്ടിങ്ങിൽ കൃത്രിമം കാണിക്കുന്ന അങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആ ഒരു രീതിയിലല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ എന്തോ ഇവർക്ക് അങ്ങനെ ജാസ്മിനെതിരെ ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ ഒന്ന് ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഇന്നലത്തെ എപ്പിസോഡിൽ തന്നെ ആ രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അൻസിബ എന്താണ് സത്യം പറഞ്ഞാൽ പുള്ളിക്കാരി ഗെയിമാണ് അവിടെ കളിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം തഴുകാനും
ഉമ്മ വെച്ച് കൊടുക്കാനൊന്നും അല്ലല്ലോ ബിഗ് ബോസിലേക്ക് വരുന്നത്. അതെ അതെ എല്ലാവരെയും ടാർഗറ്റ് ചെയ്ത് ഗെയിം കളിക്കാൻ തന്നെയാണ് വരുന്നത്. അപ്പം അതെ ജാസ്മിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ട് വലിയ രീതിയിൽ ഇവരെ ഫോക്കസ് ചെയ്യുന്നതിനോട് എനിക്കൊരു യോജിപ്പ് തോന്നുന്നില്ല. പവർ ടീം തെറ്റ് ചെയ്തെങ്കിൽ അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കണം. ഒപ്പം ബാക്കിയുള്ളവർ ചെയ്തതെല്ലാം മറച്ചു പിടിക്കേണ്ട കാര്യമില്ല എന്നാണ് എന്റെ അഭിപ്രായം. നമുക്ക് എന്തായാലും ഓരോ സംഭവങ്ങളിലേക്ക് പോവാം എപ്പിസോഡില്. അതെ. ആദ്യമേ ഈ പറഞ്ഞ സാബുമോന്റെ അടുത്തും ശ്വേതയുടെ അടുത്തും ലാലേട്ടൻ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുന്നതാണ് പറയുന്നത്. അതിനുശേഷം ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ നിന്നോളൂ, നിങ്ങൾ ഇവിടെ കോളിൽ തന്നെ നിന്നോളൂ, ബാക്കിയുള്ള ഈ പറയുന്ന നിങ്ങളുള്ള കാര്യം അവരോട് പറയണ്ട എന്നുള്ള രീതിയിൽ തുടങ്ങുന്നു. അതെ കണ്ടസ്റ്റൻസിന്റെ അടുത്ത് ചോദിക്കുകയാണ് മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ഈ ഹോട്ടൽ ടാസ്ക് ഒക്കെ. അപ്പൊ സായി പറയുന്നത് നല്ലതായിരുന്നു എന്ന് പറയുന്നത്, അപ്സര പറയുന്നത് വെച്ചാല് എന്താണ് ഗസ്റ്റ് ഒക്കെ അടിപൊളി ഹാപ്പി ആയിരുന്നു, പക്ഷെ ഹോട്ടലിന്റെ പ്രവർത്തനം മൊത്തത്തിൽ മോശമായിരുന്നു എന്നുള്ള രീതിയിൽ പറയുന്നു. അതിനുശേഷം ശ്വേത സംസാരിക്കുന്നത് എന്താണ് ഋഷി മോശമായിരുന്നു, തീരുമാനം എടുക്കാനുള്ള പവർ ഇല്ലായിരുന്നു, പവർ ടീം പവർ ടീമിന്റെ ഒരു നിഴലായിട്ട് പ്രവർത്തിച്ചു എന്നൊരു രീതിക്കൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. പക്ഷെ സാബുമോൻ പറയുന്ന കുറച്ചും കൂടെ റൂഡായിട്ടാണ് പറയുന്നത്. എന്ന് വെച്ചാൽ 5 സ്റ്റാർ ഹോട്ടലാണെന്ന് പറഞ്ഞിട്ട് ഇത് പക്ഷെ ഇതൊരു ബസ് സ്റ്റാൻഡിന്റെ സൈഡിലുള്ള ഒരു അമ്മിണി ലോഡ്ജ് പോലെ ഉള്ളൊരു സെറ്റപ്പ് ആയിരുന്നു, വൃത്തിയില്ലാത്ത സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഹോട്ടലായിരുന്നു എന്നുള്ള രീതിക്ക് ആക്ഷേപിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഹൗസ് ഇരിക്കുന്നവരൊക്കെ ഞെട്ടി പോകുന്ന കേട്ടോ. അവര് വിചാരിച്ചിപ്പം ഞങ്ങളിപ്പം പൊക്കി പറയും എന്ന് വിചാരിച്ചു. പക്ഷെ അകത്ത് വെളിയിൽ വന്നപ്പോഴത്തേക്ക് അകത്ത് വന്ന സാബുമോനല്ല വെളിയിൽ വന്നപ്പോ എനിക്ക് തോന്നുന്നു അവിടെ വെച്ച് പറയാൻ ധൈര്യമില്ലേ ഇനി എന്താണെന്ന് അറിയില്ല. പുറത്ത് വന്നപ്പോഴത്തേക്ക് ഇതുപോലെ പറഞ്ഞപ്പോ ഋഷിയൊക്കെ വലിയ കാര്യത്തിൽ അകത്ത് വെച്ച് പുള്ളി ഒരുപാട് യൂസ് ചെയ്തതാണ്. അതെ 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 എന്റെ 20 പോയിന്റ് തിരിച്ചു മേടിച്ചുകൊണ്ട് വരാൻ വേണ്ടി അവരെ അങ്ങോട്ട് വിട്ടു. എന്നിട്ട് തിരിച്ചു അവസാനം ഇപ്പൊ ഋഷി പെപ്പറ്റായി. സാബുമോന്റെ പെപ്പറ്റാണെന്ന് പറയേണ്ടത്. കാര്യം സാബുമോനാണ് കൂടുതലായിട്ട് ഋഷിയെ അവിടെ യൂസ് ചെയ്തത്. അവർക്ക് മറ്റ് സ്റ്റാഫുകൾക്കെതിരെ കംപ്ലൈന്റ് പോയി പറഞ്ഞതും 2-3 വട്ടം കംപ്ലൈന്റ് പറഞ്ഞു. നോറയുടെ കേസ് എന്ന് പറഞ്ഞു കൊടുത്തു. അല്ലെ ഈ സാബുമോൻ തന്നെ പറഞ്ഞായിരുന്നു, എനിക്ക് ഈ പറയുന്ന കണ്ടസ്റ്റൻസിന്റെ അടുത്ത് സംസാരിക്കേണ്ട ആവശ്യമില്ല, തൊഴിലാളികളുടെ അടുത്ത് സംസാരിക്കേണ്ട ആവശ്യമില്ല. മോശം വാക്ക് അപ്സരയോട് മോശം വാക്ക് സംസാരിച്ചെന്ന് ലാലേട്ടൻ വലിയ വായിൽ വർത്താനം പറയുന്നുണ്ട്. ആ മോശം വാക്ക് സംസാരിച്ചപ്പോഴാ ഈ സാബുമോൻ ഉണ്ടാക്കിയ പ്രാങ്കിലാണ്. സാബുമോനാണല്ലേ അതിന് കാരണം. അപ്പൊ ആ പ്രാങ്ക് ഇത് അനുവദിച്ചോണ്ടല്ലേ. അപ്പൊ ഒരാളെ പ്രാങ്ക് എടുത്ത് പ്രൊവോക്ക് ചെയ്യുന്ന ആള്, അതായത് പ്രൊവോക്ക് ആകപ്പെടുന്ന ആള് നമ്മുടെ ഋഷി അറിയുന്നില്ലല്ലോ പ്രാങ്ക് ആണെന്ന്. ഒരാള് ദേഷ്യപ്പെട്ടിരിക്കുമ്പോ എന്തെല്ലാം പറയും. ജാസ്മിൻ ആളുകളെ തന്തയില്ലാത്തവളെ എന്ന് വിളിച്ചത് ചോദ്യം ചെയ്തിട്ടുണ്ടോ? ഇന്നവരെ ചോദിച്ചിട്ടില്ലല്ലോ. ജയിലിൽ കിടന്നിട്ട് ഷൊട്ടെ മറ്റവനെ മറിച്ചവനെ എന്നൊക്കെ വിളിച്ചതൊന്നും യാതൊരു പ്രശ്നമില്ല. ആരെങ്കിലും ഗബ്രിയെ പറയുമ്പോഴത്തേക്ക് എന്തെല്ലാം ചൊറിഞ്ഞുകൊണ്ടുള്ള വർത്തമാനം പറയുന്നുണ്ട്. എന്തെങ്കിലും ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ട്? ഇവിടെ അപ്സര എടുത്ത് പോടിന്ന് വിളിച്ചെന്നും പറഞ്ഞുകൊണ്ട് അത് പറയുന്നത് അവന്റെ പ്രൊഫഷനെ പറഞ്ഞെന്നുള്ള കാര്യം പറഞ്ഞപ്പോ അങ്ങനെയൊന്നും പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നില്ലെന്ന് ലാലേട്ടൻ പറയുന്നത്. ഞാനൊരു പ്രൊഫഷണൽ, ഞാനൊരു നടനല്ലേ മോനെ എന്നൊക്കെ ലാലേട്ടൻ വെച്ച് തള്ളുന്നുണ്ട്. അവിടെ ബാക്കിയിലോട്ട് പോയാലോ? നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഇതായി പോകും, കാല് കയറി പോകുന്നു. പിന്നെ അതുപോലെ തന്നെ നടത്തിപ്പുകാർ ഹോട്ടലിൽ പൂട്ടിക്കാനാണ് ശ്രമിച്ചത്. അത് ഈ പറയുന്ന ഋഷീനെയും അതുപോലെ തന്നെ അൻസിബേനെയാണ് ഉദ്ദേശിച്ച് പറയുന്നത്. പിന്നെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ വന്നത്. അതുപോലെ തന്നെ തൊഴിലാളികൾ മൊത്തത്തിൽ അസംതൃപ്തി നേരിടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ മുതലാളിമാരുടെ ഏകാധിപത്യവും, അതുപോലെ തന്നെ പിന്നെന്താ പറയാ, ഫുഡ് ഉണ്ടാക്കേണ്ട കിച്ചണിൽ മുതലാളിമാർക്ക് ഓംലെറ്റ് ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയും, അതുപോലെ തന്നെ തറയിൽ വീഴുന്ന ഫുഡ് എടുത്ത് മുതലാളിമാർക്ക് കൊടുക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള രീതി പറയുന്നുണ്ട്. അതുപോലെ തന്നെ മസിലുള്ള ചില ജോലിക്കാർക്ക് ഹോട്ടൽ മുഴുവൻ എഴുതി വിൽക്കുന്ന രീതിയിലാണ്, വിൽക്കാൻ വേണ്ടി നടക്കുന്ന ഒരു പരിപാടിയാണ് ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. ഉദ്ദേശിച്ചത് ജിൻഡോനെയാണ് ഈ പറയുന്ന അവരുടെ അടിമയായിട്ട് ഈ പറയുന്ന രത്നത്തെ സൂക്ഷിക്കാൻ വേണ്ടിയൊക്കെ നിർത്തിയിരുന്നത്. എന്നിട്ട് ജിൻഡോനെ തന്നെ അടിയും കൊടുത്ത് പറഞ്ഞു വിടുന്നതായി ഈ പറയുന്നത്. മാത്രമല്ല അവിടെ ടാസ്ക് ഇത്രയും പ്രശ്നങ്ങൾ നടന്നപ്പോലും നല്ല വൃത്തിയായിട്ട് ടാസ്ക് ചെയ്താണ് അർജുനും ശ്രീതുവും ജിൻഡോയും കൂടെ. അവര് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ എന്തൊരു ഇരട്ടത്താപ്പാണോ അല്ലെങ്കിൽ എന്താണ് പുള്ളി ഉദ്ദേശിച്ചെന്ന് അറിയില്ല. അപ്സരയുടെ ടീമിനെയൊക്കെ പൊക്കി അടിച്ചിട്ടുണ്ട്, ജാസ്മിനെ പൊക്കി വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാം മോശക്കാര്. അതുപോലെ തന്നെ കൂടെ ഉള്ളവരോട് മനുഷ്യത്വം, സ്നേഹം, വിശ്വാസം ഇതൊന്നും മറ്റുള്ള കണ്ടസ്റ്റന്റ്സിന് അല്ലെങ്കിൽ പ്രധാനമായിട്ട് ഇതെല്ലാം പാലിച്ചാണ് പറയുന്നത്. പിന്നെ ശ്രീരേഖനെ പറ്റി നല്ല രീതിയിൽ പറയുന്നുണ്ട്, നല്ല എന്റർടൈനർ ആയിരുന്നു. സിജോനെ പറ്റി നല്ല എന്റർടൈനർ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രീരേഖയുടെ സിജോയുടെ പെർഫോമൻസ് എപ്പിസോഡിൽ നമ്മളൊന്നും കണ്ടിട്ടില്ല. ഫുൾ എഡിറ്റ് പ്രേക്ഷകർ കാണുന്ന പെർഫോമൻസ് ആണ്. എന്തായാലും അവർ ചെയ്തിട്ടുണ്ടാവാം, മേ ബി. അതെ ആയിരിക്കും. അതുപോലെ തന്നെ ആദ്യത്തെ എന്റർടൈൻമെന്റ്
ടീം വളരെ നന്നായിരുന്നു. എന്ന് വെച്ചാൽ നന്ദന, സായി, അപ്സര, ശരണ്യ എന്നിവർ നല്ല രീതിയിൽ ചെയ്തായിരുന്നു. പക്ഷെ അവർ അവരുടെ അലറി വിളിച്ച കൈയടിക്കുന്നുണ്ട്, സ്വയം സെൽഫ് അപ്രീസിയേഷൻ കൊടുക്കുന്നുണ്ട് അതെ, അവിടെ. പിന്നെ അവർക്ക് പക്ഷെ അവർക്ക് പെർഫോം ചെയ്യാനുള്ള അവസരങ്ങൾ കൂടുതൽ കിട്ടിയില്ല എന്നും സാവു മോൻ പറയുന്നുണ്ട്. പിന്നെ സാവു പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അൻസിബ അവിടെയുള്ള ഒരു സ്റ്റാഫിനെ അടിമയാക്കി വെച്ചു. സ്റ്റാഫ് എന്ന് ഉദ്ദേശിച്ചത് HR മാനേജറിനെ, ഋഷി. അടിമ എന്റെ കാല് തടവിച്ചെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതെ, അൻസിബയുടെ അടിമയായിരുന്നു ഋഷി എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അയാളെ കൊണ്ട് എന്താണ് വീട്ടുവേല ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ചെയ്യിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ജോലിയും ചെയ്യാതെയാണ് ഹോട്ടലിൽ പിടിച്ചു നിന്നത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. കട്ടിലിൽ തന്നെ ആയിരുന്നു എന്നുള്ള അത് രീതിയിൽ എന്ത് പറയുന്നുണ്ട്. പറച്ചിലാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതായത് പവർ ടീം ഒരു പണി എടുക്കാതെ അവര് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത്. അവിടെ മറ്റേ അപ്സരയുടെ ടീമൊക്കെ രാജിവെച്ച് പോയ സമയത്ത് രാജിവെച്ചെന്ന് പറയാൻ പറ്റില്ല. 3-4 ദിവസം എവര് ഉണ്ടാക്കിയ ഭക്ഷണമാണ് ഞണ്ണി തിന്നത്. അതോട് പറഞ്ഞേ, പവർ ടീം ഉണ്ടാക്കിയ സാധനമാണ് തിന്നത്. കിച്ചൺ ടീം അവര് കിച്ചണിന്റെ ജോലി ഏറ്റെടുത്തു ഒരു ഘട്ടത്തില്. അതെ അതെ അവിടെ ഈ സാബുമോന്റെ വാക്കും കേട്ടിട്ട് അപ്സരൻ ടീമും, സാബുമോൻ കാരണമാണ് അതെ അപ്സരൻ ടീമും കിച്ചൺ ജോലിയിൽ നിന്ന് രാജിവെച്ച് പോകുന്നത്. അതെ അതിനുശേഷം ഇവര് ഏറ്റെടുത്ത് ഇവരാണ് 3 ദിവസം അവിടെ വിളമ്പിയത്. ആ ആഹാരം കഴിച്ചിട്ടാണ് ഈ പറയുന്നത്. അതെ 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 പിന്നെന്താണ് അവരുടെ ഭാഷയെ പറ്റി എന്താണ് അഭിപ്രായം എന്ന് പൊതുവിൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ ശ്വേത പറയുന്നത് ജാസ്മിന്റെയും റസ്മിന്റെയും എന്താണ് അവരുടെ സംസാരമൊക്കെ അത്ര ഓക്കെ അല്ലായിരുന്നു. അതുപോലെ തന്നെ ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട്, പരസ്പരം സ്നേഹം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ജാസ്മിന്റെ നോറയുടെയും സംസാരം, റസ്മിന്റെ സംസാരം ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ തന്നെ പറഞ്ഞ് വെളുപ്പിച്ച് ജാസ്മിൻ പറഞ്ഞല്ലേ ആ കുട്ടി മിണ്ടാതെ നിൽക്കായിരുന്നുള്ള രീതിയിൽ പിന്നീട് ശ്വേതാമേനം പറയുന്നുണ്ട്. അതെ അതെ പിന്നെ കാര്യങ്ങൾ. അതായത് ജാസ്മിൻ ഒരിക്കലും ഒരു നുള്ളു പോലും എന്തെങ്കിലും നോവിക്കുന്ന രീതിയിൽ ഒരു മുള്ളു കൊണ്ട് പോലും കുത്തിയിട്ടില്ല എന്ന്. അതെ അതെ ഹാപ്പിയാണോ എന്ന് മാത്രം ചോദിച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. അതെ, സാബുമോൻ പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ ഗെയിമിനെ ഗെയിമായി അവർ കാണുന്നില്ല. പിന്നെ എന്താണ് സ്നേഹം, സൗഹൃദം, ഹൃദയബന്ധം ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ സായി പറയുന്നതെന്ന് വെച്ചാല് എന്താണ് ഗസ്റ്റിന് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി അവർക്ക് അതുപോലെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന പവർ ടീം നിൽക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെടുമോ, മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു കൺഫ്യൂഷനും അവർക്കുണ്ടായിരുന്നു. പിന്നെന്താണ് ഗെയിം ഇൻട്രസ്റ്റ് ആക്കാൻ പക്ഷെ അവര് ശ്രമിച്ചില്ല. അതുപോലെ തന്നെ ജാസ്മിന്റെ ചിപ്പ് മാറ്റിയൊരു കാര്യവും അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആക്കാനാണ് ഈ സായിയുടെ ടീമൊക്കെ ശ്രമിച്ചത് എന്നുള്ള രീതിക്ക് സായിയും പറയുന്നുണ്ട്. പക്ഷെ അതിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ അത് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കാമായിരുന്നു. പവർ ടീം വിചാരിച്ചതെന്ന് വെച്ചാൽ ഇത് ഗസ്റ്റിന് മോശമായിട്ട് തോന്നുമോ എന്നുള്ള രീതിയിലാണ് വിചാരിച്ചത്. പക്ഷെ ജാസ്മിനെ അവിടേക്ക് കടത്തിക്കൊണ്ട് വന്നിരുന്നെങ്കിൽ വേറൊരു രീതിയിൽ പെർഫോമൻസ് ജാസ്മിന് ചെയ്യാമായിരുന്നു എന്നുള്ളത് മറ്റൊരു സത്യം കേട്ടാ. അത് പെർഫോം ചെയ്യാനുള്ള അവസരം പവർ ടീം അല്ല, അവിടെ എനിക്ക് തോന്നുന്നു അവര് പെർഫോം ചെയ്യാൻ അനുവദിക്കാത്തതിന് കാരണം ചിപ്പ് മാറ്റി വെച്ചെന്ന് പറഞ്ഞല്ലോ. മറ്റേ നമ്മുടെ റോബോട്ടില് ചിറ്റിയെ മാറ്റിയിട്ട് ഒരു ഡിസ്ട്രക്ഷൻ പ്രോഗ്രാമിംഗ് ചെയ്ത പോലെ അകത്ത് വന്ന് ഫുൾ തെറിവിളിയോ അല്ലെങ്കിൽ ഇവരെല്ലാരെയും എടുത്തിട്ട് അലക്കാനുള്ള പ്ലാനിങ് ആയിരുന്നായിരിക്കും. അപ്പൊ അതിനൊരു അവസരം കൊടുക്കാതെ അവരത് ഒഴിവാക്കിയ കാര്യം അതൊരു ഫണ്ണി ആക്കാമായിരുന്നു. മീൻസ് പണ്ട് മറ്റേ നോറ എന്താണ് പോലെ ആക്കാനാണ് ഉദ്ദേശിച്ചത്. അവിടെ പ്രശ്നമുള്ളത് നിലവിൽ ഹോട്ടൽ ടാസ്ക് നടക്കുകയാണല്ലോ. അപ്പൊ അത് കുളമാക്കാൻ ചാൻസ് ഉണ്ടെന്നും കൂടെ അവർ വിചാരിച്ചിട്ടുണ്ടാവാം. അതെ 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 ഓക്കെ. പിന്നീട് നടന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ റസ്മിൻ പറഞ്ഞൊരു കാര്യമാണ്, എന്റർടൈൻമെന്റ് ടീം എന്ന് പറയുന്നത് ഗസ്റ്റിനെ പിന്നാലെ ശല്യം ചെയ്യുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത്. അപ്പൊ അതുകൊണ്ട് അവർക്കൊരു സംശയം തന്നെ ഉണ്ടായിരുന്നു, ഇത് അവര് മോശമായിട്ട് പറയോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് റസ്മിന്റെ ഈ പറയുന്ന പവർ ടീം അത്തരത്തിൽ നിന്നത് എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അപ്പൊ സാവുമോൻ പറയുന്നത് വെച്ചാല് റസ്മിൻ ഈ പറയുന്ന പവർ ടീമിലാണല്ലോ കളിച്ചത്. അപ്പോ അതുകൊണ്ട് എന്ന് വെച്ചാല് പുള്ളിക്കാരിയുടെ ഒരു പെർഫോമൻസ് അത്ര നല്ലതല്ലായിരുന്നു എന്നുള്ള രീതിക്കാണ് പറയുന്നത്. പക്ഷെ പിന്നീട് ഒരു ടൈമിൽ ശ്വേതാ മേനോൻ നല്ല രീതിയിൽ പറയുന്നുമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ അഭിഷേക് ശ്രീകുമാറിനെ ഒരേ ഒരു ആൺതരിയാണ്, പുള്ളിക്കാരനെ ഈ നെൽപ്പാടത്ത് ഒരു കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടിയുള്ള കോലം കണക്കിന് വെക്കാം എന്നുള്ള രീതിക്കൊക്കെ താറ്റുന്നുണ്ട്, കളിയാക്കുന്നുണ്ട് അഭിഷേക് ശ്രീകുമാറിനെ നമ്മുടെ സാബു. പിന്നെ ശ്വേത പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ജാസ്മിനെ വിളിച്ചത് ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിക്ക് ശ്വേത പറയുന്നുണ്ട്. സത്യത്തിൽ അതിനു വേണ്ടി തന്നെയാണ് പുള്ളിക്കാരി ആ ഒരു ടാസ്ക് കൊടുത്തിട്ടുള്ളത് ഈ ജാസ്മിന്. അപ്പൊ സാവുമോൻ പറയുന്നത് വെച്ചാല് നിങ്ങൾ പറഞ്ഞതിൽ എന്താണ് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരു റോബോട്ടാണ്
എന്ന് പറഞ്ഞായിരുന്നല്ലോ ഈ പവർ ടീം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ഈ പറയുന്ന റോബോട്ടിനെ എന്തിനാണ് നിങ്ങൾ അപ്പോയിന്റ്മെന്റ് ചെയ്തത് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ അൻസിയോ പറയുന്നതെന്ന് വെച്ചാൽ, ഞാനാണ് അങ്ങനെ പറഞ്ഞത്, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത അല്ലാതെ ഇവരെല്ലാവരും പറഞ്ഞുള്ള രീതിയിലാണ് സാബുമോൻ പറഞ്ഞത്. അപ്പൊ അവരെല്ലാവരും അല്ല, ഞാനാണ് പറഞ്ഞതെന്നുള്ള, അതായത് പുള്ളിക്കാരി ഏറ്റെടുക്കുകയാണ് അത്. അതെ. പിന്നെ അതുപോലെ തന്നെ ജാസ്മിൻ എന്റെ അടുത്ത് നിന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്നെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ സാബു പറയുന്നുണ്ട്, ശ്വേത പറഞ്ഞ കാര്യങ്ങളാണ് വന്ന് പറഞ്ഞത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അവിടെ പോയി ഇരിക്കാൻ വേണ്ടിയുള്ള. അപ്പൊ അൻസിയോ പറയുന്നുണ്ട്, എന്റെ അടുത്ത് നിന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടില്ലല്ലോ. നിങ്ങൾ എന്നുദ്ദേശിച്ചത് സാബുവിനെയാണ് പറയുന്നത്. എന്താണ്, ഒരു എതിർത്ത് പറയുന്ന രീതിക്ക്, ആ ഒരു രീതിക്കാ പറയുന്നത്. അപ്പോ നിങ്ങളുടെ എന്താണ്, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ചിരി കണ്ടു കഴിഞ്ഞാൽ ഡാക്കിനി തള്ളയുടെ ചിരി കണക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊവോക്ക് ചെയ്യും. പറയുന്നതൊന്നും കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. അതൊക്കെ പറയുമ്പോ തന്നെ പെട്ടെന്ന് വേറെ കാര്യങ്ങൾ പറയാം. അതൊക്കെ അത് ക്യാരക്ടർ അല്ലേ പറഞ്ഞത്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വിഷയം മാറ്റുന്നുണ്ട് അവര്. അതെ. പിന്നീട് സിജോ പറയുന്നത് വെച്ചാൽ, എല്ലാരും ഇൻഡിവിജ്വൽ ആയിട്ടാണ് പ്ലേ ചെയ്യുന്നത്, അവർക്ക് മനുഷ്യത്വം ഇല്ല, അവർ മനുഷ്യത്വം മറന്നുപോയി എന്നുള്ള രീതിക്കൊക്കെ സിജോ വെച്ച് പറയുന്നുണ്ട്. ഭയങ്കര മനുഷ്യത്വം ഉള്ളതാണല്ലോ അവന്റെ താടിക്ക് പിടിച്ചിട്ട് ഇടി കഴിച്ചത്. അല്ല, നമുക്ക് ഈ ഒരു ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോടാ. മനുഷ്യത്വം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പുള്ളിക്കാരൻ ഈ നോറയോട് മനുഷ്യത്വം കാണിക്കുന്നുണ്ടോ? ടാർഗറ്റ് ചെയ്യുന്നുണ്ട് തീർച്ചയായും. അതാണല്ലോ ഗെയിം എന്ന് പറയുന്നത്. അല്ല, അപ്പൊ ഗെയിമിന്റെ ഇടയിൽ പിന്നെ ഈ നന്മ കളിക്കാനും ഭക്തി കളിക്കാനും അല്ലല്ലോ ഇവിടെ വന്നത്. മനുഷ്യത്വം കളിക്കാനല്ലല്ലോ വന്നത്. അല്ല, അത്രേ ഉള്ളൂ. എങ്കിൽ പിന്നെ ഈ ഫിസിക്കൽ ടാസ്ക് 1000 വട്ടം നന്മ വരെ കളിക്കുന്നതിന്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതെ അതെ. ഇങ്ങനെ എന്താണ് മനുഷ്യത്വം എന്ന് പറഞ്ഞു, ഇവിടെ മനുഷ്യത്വത്തിനുള്ള ഗെയിം അല്ല ഇത്. പിന്നെ പറയുന്ന മറ്റൊരു യഥാർത്ഥ കള്ളം എന്ന് വെച്ചാൽ, ഞാനായാണ് നിൽക്കുന്നത്, ഞാൻ റിയൽ ആണ് എന്നൊക്കെ പറയുന്ന കുറെ എല്ലാരും പറയുന്ന ഡയലോഗാണ്. അത് തന്നെ ഏറ്റവും വലിയ ഫേക്ക്. അതെ. പിന്നെ ശ്വേതയുടെ കഥാപ്രസംഗം ഇപ്പൊ എല്ലാ ഒരു ലാലേട്ടൻ എപ്പിസോഡിലും ഉണ്ട്. അതൊരു വല്ലാത്ത സംഭവമായി ഇപ്പൊ എന്തായാലും. അതെ. ശ്വേത പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, എന്നെ റസ്മിനും നോറയും നന്നായിട്ട് എന്റർടൈൻമെന്റ് ചെയ്തു, അതുപോലെ തന്നെ നോറ നന്നായിട്ട് എന്നോട് സംസാരിച്ചു എന്നുള്ള രീതിക്കൊക്കെ ശ്വേത സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. സായി പറയുന്നത് വെച്ചാൽ, പഴയ കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണ് ഇവർ ഗെയിം കളിക്കുന്നത് എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അപ്സര പറയുന്നത്, എന്റർടൈൻമെന്റ് ചെയ്യാൻ പലരും അനുവദിച്ചില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. നോറ മാത്രമാണ് കാര്യങ്ങൾ തിരക്കെങ്കിലും ചെയ്തത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. പിന്നീട് ഈ മുട്ട ഉണ്ടാക്കി കൊടുക്കുന്ന, മുട്ട പൊട്ടുന്നതും, മുട്ട തറയിൽ വീഴുന്ന ആ ഒരു രംഗങ്ങളൊക്കെ വിഷ്വലി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു മുട്ട സാബുമോന് വേണ്ടി സണ്ണി സൈഡ് ഓംലെറ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചതും, ആ മുട്ട പൊട്ടി മീൻസ് ചരിഞ്ഞ പാത്രം ആയതുകൊണ്ട് തന്നെ മുട്ട പോയി, അത് പുറത്തെടുത്തപ്പോഴത്തേക്ക് തറയിൽ വീണു. തറയിൽ മീൻസ് ആ അടുക്കളയുടെ തിട്ടയിൽ വീണു. അപ്പൊ എന്നിട്ട് അതെടുത്തൊരു പാത്രത്തിട്ട് പവർ ടീമിന് കൊണ്ട് കൊടുക്കുന്നതൊക്കെ ഉണ്ട്. അത് എന്നിട്ട് ഈ സംഭവം കണ്ടിട്ട് അവർ ചിരിക്കുകയാണ് ബാക്കിയുള്ളവരെ. അതായത് പവർ ടീം ചെയ്യുന്നത് മാത്രമേ കുറ്റമുള്ളൂ. പോടി അതുപോലെ പവർ ടീം എന്താണ് 3 ദിവസം അവർക്ക് വേവിച്ച് വിളമ്പിയതും അതൊക്കെ ആയിരിക്കും പ്രശ്നം. അതായത് ആ ശരണ്യ ചെയ്ത ആ ഒരു എന്താണ് സംഭവം ഇപ്പൊ ജാസ്മിൻ ചെയ്തതിന്റെ ഏകദേശം അടുത്തായിട്ട് വരും. വൃത്തിയില്ലായ്മയുടെ ഒരു ഘട്ടം തന്നെയാണ്. പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് കേട്ടാ, ശരണ്യ ആ സമയത്ത് മുടിയിൽ തൊട്ടു, അതുപോലെ തന്നെ കൈ കഴുകില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ സാബുമോന് സത്യത്തില് ഈ എന്താണ് ജാസ്മിനെ നിർത്തി ഇൻഡിവിജ്വൽ ആയിട്ട് പുള്ളിക്കാരന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ ജാസ്മിനെ നിർത്തണമായിരുന്നു. തുമ്മി ഇട്ടിട്ട് കൊടുത്ത നല്ല ടേസ്റ്റ് ആയിട്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ കണക്കെ സ്പെഷ്യൽ സാധനം കൊടുത്തന, വാവുമായിട്ട് പറഞ്ഞ കൊടുത്തനായിരുന്നു. അതെ. അതിനുശേഷം ശ്രീരേഖ എന്താണ് നന്നായിട്ട് എന്റർടൈൻമെന്റ് ചെയ്തു എന്നുള്ള രീതിക്ക് തന്നെയാണ് പൊതുവിൽ നേരത്തെ പറഞ്ഞത്. എന്താണ് പിന്നീട് ജാസ്മിൻ പറഞ്ഞെന്ന് വെച്ചാൽ, പവർ ടീം ചെയ്തത് ആദ്യം മുതൽ തന്നെ ചെയ്ത കാര്യങ്ങൾ എടുത്തിട്ടാണ് കളിക്കുന്നത് എന്നുള്ള രീതിക്കാണ് ജാസ്മിൻ പറയുന്നത്. ജാസ്മിൻ പിന്നെ പഴയ കാര്യങ്ങളൊന്നും എടുത്തിടാത്തോണ്ട് കുഴപ്പമില്ല. അന്നോടെന്നുള്ള കാര്യങ്ങൾ അന്നോടെന്ന് മാത്രമേ വെച്ച് പുലർത്തുന്ന ഒരാളാണ് ജാസ്മിൻ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ ജാസ്മിൻ ആയതുകൊണ്ടാണ് അവിടെ ഈ പറയുന്ന റോബോയ്ക്ക് അത്രയും പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നത് എന്നുള്ള രീതിക്കും പറയുന്നുണ്ട്. അർജുൻ പറയുന്നത് വെച്ചാൽ, ഒരു കൊട്ടാരം പോലെ തോന്നി, അടിമത്വം ആ ഒരു രീതിക്കും തോന്നി എന്നുള്ളതാണ് പറയുന്നത്. സാബുമോൻ പിന്നീട് പറയുന്നത് വെച്ചാൽ, ശബ്ദം കൂട്ടിയാൽ ഒരിക്കലും ജനങ്ങളുടെ കയ്യടി കിട്ടില്ല, ജനങ്ങളെ ഇഷ്ടപ്പെടുത്താൻ പറ്റില്ല എന്നുള്ള രീതിക്കാണ് സാബുമോൻ പറയുന്നത്. അതെ, ഏറ്റവും കൂടുതൽ അതാണ് ഏറ്റവും മാസ് കാണിച്ച് കയ്യടി മേടിച്ച് വിജയിച്ച ആളാണ് സാബുമോൻ. എന്നിട്ടാണ് പുള്ളിയാണ് ഈ കിടന്ന് ഡയലോഗ് അടിക്കുന്നത്.
പിന്നെന്താണ്, ശ്വേതയും കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്താണ്, ശരണ്യയും അപ്സരയും നന്ദനയും സായിയൊക്കെ നല്ല രീതിയിലൊക്കെ ഗെയിം കളിച്ചു എന്നുള്ള രീതിയിൽ എന്റർടൈൻമെന്റ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അവരെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഒരു ബ്രേക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ ബ്രേക്ക് ഉണ്ടാവുന്ന സമയത്ത് അപ്സര എന്താണ്, നീ ഒറ്റയ്ക്കല്ലേ കളിക്കുന്നത് എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട്. സോറി, അപ്സര അല്ല, അൻസിബ ഋഷിയുടെ അടുത്താണ് ചോദിക്കുന്നത്. അപ്പൊ ഋഷി പറയുന്ന വെച്ചാല് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് കളിക്കുന്നത്, അതെനിക്ക് നന്നായിട്ട് അറിയാമെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പിന്നീട് സിജോ ജാസ്മിന്റെ അടുത്ത് പറയുന്നത് വെച്ചാല് ഡാക്കിനി തള്ള എന്ന് പറയുന്ന ഒരു പ്രയോഗം പ്രൊവോക്കിംഗ് തന്നെ ആയിരുന്നു എന്നുള്ള രീതിക്ക് സിജോ ജാസ്മിന്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ പറയുന്നത് വെച്ചാല് അതല്ലെന്ന് പറയുന്നില്ല, പക്ഷേ ആ ടൈമിൽ തന്നെ നോറയും പറയുന്നുണ്ട്, ഒരുമിച്ചൊരു തീരുമാനം എടുക്കുമ്പോൾ എനിക്ക് സ്വന്തമായ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയില്ല എന്നുള്ള രീതിയിൽ നോറ പറയുന്നുണ്ട്. കാര്യം പലപ്പോഴും നോറ ജാസ്മിനെ ജയിൽ നോമിനേഷനിലേക്ക് വിട്ടത് അത് മോശമായി പോയെന്ന് പുള്ളിക്കാരി തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്, സമ്മതിക്കുന്നുണ്ട്. പിന്നീട് സായിക്ക് രത്നം കിട്ടിയതിനെ പറ്റി സംസാരിക്കുകയാണ്, ശ്രീരേഖയ്ക്ക് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെന്താണ്, എന്താണ്, അതൊക്കെ തന്നെയായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ റസ്മിൻ പ്രശ്നത്തെ പറ്റിയാണ് പിന്നീട് ലാലേട്ടൻ ചോദിക്കുന്നത്. നമ്മൾ അമീർ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇരട്ടത്താപ്പ് നയമായിരുന്നു കണ്ടത്, അന്ന് പ്രശ്നമില്ലായിരുന്നു. ഇന്ന് ഇതിനെ ഭയങ്കര ഒരു പ്രശ്നമാക്കിയാണ് ലാലേട്ടൻ കാണിക്കാൻ ശ്രമിക്കുന്നത്. സിജോ പറയുന്നത് വെച്ചാൽ ആർക്കും ആരുടെയും നേരെ കൈവെക്കാനുള്ള അവകാശമില്ല, അല്ലെങ്കിൽ പാടില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. റസ്മിന്റെ ഭാഗത്ത് തെറ്റുണ്ടായി. എന്താണ്, റസ്മിനെ അത്തരത്തിലൊരു ആക്ട് ഉണ്ടായതിനു ശേഷവും ജാസ്മിൻ അവിടെ ഈ പറയുന്ന പെർഫോം ചെയ്തു. ജഡ്ജിന്റെ ഗസ്റ്റിന്റെ ഓർഡറാണ്, നിങ്ങളത് അവിടെ വന്നിരിക്കൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നൊക്കെ കേൾക്കാൻ നേരത്ത് എന്റെ കണ്ണിന്ന് കണ്ണീര് വന്നു. സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് എന്നൊക്കെയാണ് സിജോ വെച്ച് ഇങ്ങനെ കാച്ചുന്നത്. എന്താണ്, ജാസ്മിൻ ഇപ്പൊ നല്ല ചക്കര അടയാണ്. അതെ, ചക്കര അടയാണ്. അതെ. അപ്പൊ അത്തരത്തില് അപ്സര പറയുന്നുണ്ട്, നമ്മള് ഗബ്രി എന്താണ് ജാസ്മിൻ ഗബ്രിക്ക് വേണ്ടി സംസാരിക്കുന്ന പോലെ ഇപ്പൊ സിജോ സംസാരിക്കുന്ന മൊത്തം ജാസ്മിന് വേണ്ടിയാണ്. അതെ. ഓക്കെ, സിജ എന്ന് പറയുന്ന ഒരു കോംബോ ഉണ്ടാവൂ? സിജ ആയിരിക്കില്ല, സിജോസ്മിൻ ആയിരിക്കും. അല്ല, ജാസി വരാൻ സാധ്യത ഉണ്ടല്ലോടാ. ജാസി അത് നല്ലൊരു ഇതല്ലേ? അത് കുഴപ്പമില്ല, ജാസിജോ എന്നല്ലായിരിക്കും. ഓക്കെ. പിന്നീട് അപ്സര പറഞ്ഞെന്ന് വെച്ചാൽ എന്നെ തള്ളി മാറ്റാൻ ശ്രമിച്ചു അപ്സര. കാര്യം എന്ന് വെച്ചാൽ അപ്സര ഈ പറയുന്ന ജാസ്മിൻ പ്രശ്നം ഉണ്ടായ സമയത്ത് റസ്മിന്റെ അടുത്തോട്ട് പോയായിരുന്നു. അപ്പോ എന്താണ്, റസ്മിനെ കെട്ടിപ്പിടിച്ചായിരുന്നു ഈ പറയുന്ന അൻസിബ. ആ ടൈമിൽ അൻസിബ പറയുന്നുണ്ടായിരുന്നു, അപ്സരയെ ഒന്ന് പോയി തരാവോ, അവളൊന്ന് ഒറ്റയ്ക്ക് നിന്നോട്ടെ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോ എന്താ പറയാ, ഇതിനെതിരെ നോറ പറയുന്നതെന്ന് വെച്ചാല് നോറയ്ക്ക് ഇതിൽ പങ്കില്ല എന്നാണ് പറയുന്നത്. കാര്യം ഓൾറെഡി ഈ ജാസ്മിൻ നോറയാണ് കാരണം ആരോ പറഞ്ഞെന്ന് പറഞ്ഞു, ജാസ്മിൻ ആണെന്ന് തോന്നുന്നു അങ്ങനെ പറഞ്ഞതെന്നൊക്കെ. ജാസ്മിൻ തന്നെയാണോ പറഞ്ഞത്? ജാസ്മിൻ തന്നെയാണ് പറഞ്ഞതില് അത് ശരിയല്ല, എനിക്ക് പങ്കില്ല എന്നൊക്കെ നോറ അവിടെ പറയുന്നുണ്ട്. അവസാനം ഇതിന്റെ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതെന്ന് വെച്ചാൽ റസ്മിൻ യെല്ലോ കാർഡും അതുപോലെ തന്നെ 2 വീക്കിലേക്ക് നോമിനേഷന് ലാലേട്ടൻ കൊടുക്കുന്നുണ്ടല്ലേ? അതെ, നമ്മൾ അതിനെപ്പറ്റി നേരത്തെ പറഞ്ഞായിരുന്നു. പിന്നെന്താണ്, ലാലേട്ടൻ ഋഷിയോട് എന്താണ് അൻസിബയുടെ പങ്കിനെ പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്ന് വെച്ചാല് അൻസിബയുടെ വാക്ക് കേട്ടിട്ടാണോ ഋഷി എന്നുള്ള അവരുടെ കൺട്രോളിലാണോ ഋഷി എന്നുള്ള രീതി അല്ലെന്നുള്ള രീതിക്ക് തന്നെയാണ് അവര് പറയുന്ന. എന്താണ്, എനിക്ക് ശരിയും തോന്നിയ കാര്യങ്ങൾ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഋഷി പറയുന്നുണ്ട്. അപ്പൊ അൻസിബ ഇത് തന്നെയാണ് ഋഷി തുടക്കം മുതൽ ഇതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ആള് എന്താ പറയാ, അത്ര എല്ലാരും കൺട്രോൾ ചെയ്യാനൊന്നും പറ്റിയ ഒരാളൊന്നും അല്ല. തുടക്കം മുതൽ തന്നെ അങ്ങനെ തന്നെയാണ്. അപ്പൊ ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ ചെയ്യും എന്നുള്ള രീതിയിലേ ഉള്ളൂ. എനിക്ക് അങ്ങനെയാണ് തോന്നി. കുറച്ച് ഉപദേശങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പം എന്തിന് ഇത്രയും പറയുന്നത്, ജിൻഡോ പോയി ചോദിക്കാറില്ല അൻസിബ എടുത്ത ഉപദേശം എത്ര വട്ടം ചോദിച്ചിട്ടുണ്ട്? ശരിയാണ്, അത്ര തന്നെ ഉള്ളതെന്ന് എനിക്കും തോന്നി. എന്തിനാ പറയുന്നത്, നമ്മുടെ പ്രധാനമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും എല്ലാവർക്കും ഉപദേഷ്ടാവുണ്ട്. അപ്പം നമ്മളൊരു ഉപദേഷ്ടാവിനെ വെച്ചിട്ട്, പുള്ളിക്കാരൻ തന്നെയാണ് സാലറി കൊടുക്കുന്നത്, ഉപദേഷ്ടാവിനെ വെച്ചിട്ട് ഉപദേശം എടുത്തെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മറ്റേ ആളുടെ പപ്പറ്റായിട്ട് നിൽക്കുകയല്ലേ എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളൂ? എനിക്ക് അങ്ങനെ തോന്നിയില്ല. ശരിയാണ്. പുള്ളിക്കാരനെ അറിയില്ല. അപ്പൊ അൻസിബയുടെ അഭിപ്രായം പോയി ചോദിച്ചു, അത്രേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അൻസിബ പറയുന്നുണ്ട് ആളുകൾ ഇത് തെറ്റായിട്ട് ധരിക്കുന്നതാണ്, അങ്ങനെ ഒരു സംഭവമേ ഇല്ലെന്ന് പറയുന്നത്. അപ്പൊ ലാലേട്ടൻ ഇങ്ങനെ കളിയാക്കി പറയുന്നുണ്ട്, ഇത്രയും ആളുകൾ ഒരുമിച്ച് തെറ്റിദ്ധരിക്കുമോ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്താണ് സിജോ പറയുന്നത് വെച്ചാൽ ഋഷി ഇവിടെ വന്നപ്പോ തൊട്ട് എന്താണ് പുള്ളിക്കാരിയെ
ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നന്ദന പറയുന്നത് വെച്ചാല് നടുവേദന ആയതുകൊണ്ട് അടിച്ചു വരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ഒരാളെ കൂടെ ഡ്യൂട്ടി കിട്ടരുതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അൻസിബയോട് ചോദിക്കട്ടെ പറഞ്ഞു. അപ്പൊ അതിൽ നന്ദന മനസ്സിലാക്കേണ്ട കാര്യം, ഒരാളെ ഡ്യൂട്ടിക്കൊക്കെ ഇടണമെങ്കിൽ ടീം മാറ്റണമെങ്കിലൊക്കെ പവർ ടീമിന് മാത്രമേ അധികാരമുള്ളൂ. അതുകൊണ്ട് പവർ ടീമിനോട് ചോദിച്ചിട്ട് മാത്രമേ ക്യാപ്റ്റന് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും നാളായിട്ട് ഇവിടെ നിന്നിട്ട് ഇനി അറിയാൻ പറ്റത്തില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാര്യം ഇവിടെ പവർ ടീം കൺസെപ്റ്റ് വന്നതിന് ശേഷം ക്യാപ്റ്റൻ എന്നുള്ള വെറും ഡമ്മിയാണ്. പവർ ടീം തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ക്യാപ്റ്റൻ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാവും, അടിവെല്ലാം ഉണ്ടാവുന്നെങ്കിൽ ഒതുക്കാൻ വേണ്ടി മാത്രം, വേറെ ഒന്നും ക്യാപ്റ്റനോട് ജോലിയില്ലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്, ജനങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ക്യാപ്റ്റനാണ് മുന്നിലുള്ളത്. ജനങ്ങളുടെ റെപ്രസെന്റേറ്റീവ് ആണ് സത്യത്തിൽ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. പരിഹരിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളതെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അതെ. പിന്നീട് ഋഷിയുടെ സംസാരം, ഭാഷാ പ്രയോഗം എങ്ങനെയായിരുന്നു എന്നുള്ള രീതിക്കൊക്കെ ചോദിക്കുന്നുണ്ട്. ബോഡിന്ന് വിളിച്ചൊക്കെ ഭയങ്കര തെറ്റാണെന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. അവിടെ നമ്മുടെ അപ്സരയുടെ കഥാപ്രസംഗമൊക്കെ ഉണ്ട്, കണ്ടു മടുത്തു. അപ്സര ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് ഓരോ കഥയായിട്ടൊക്കെ ഇങ്ങനെ പണ്ടത്തെ കാര്യം ഋഷി കൺട്രോൾ വിട്ടു കഴിഞ്ഞാൽ അത്രയും ഇതായിട്ടാണ്. അപ്സരയെടുത്ത് പറയുന്ന ഒരു ഡയലോഗ് എന്ന് വെച്ചാൽ, നിന്റെ തൊള്ള അടക്കടി എന്നുള്ള രീതിക്കാണ് ഒരു സംസാരം ഉണ്ടാവുന്ന സമയത്ത് പുള്ളിക്കാരൻ പറയുന്നത്. അതൊന്നും അത്ര ഒരു പൊതുവേദിയിൽ മനസ്സിലായോ പുരുഷനെയോ ചോദിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ അതെന്താ അത് മാത്രം ചോദിക്കുന്നതാണ് ഞാൻ ചോദിച്ചേ. ഋഷി പറയുന്നത് മാത്രം എന്തുകൊണ്ട് ചോദിക്കുന്നു? ജാസ്മിൻ പറയുന്നത് എന്താ ചോദിക്കുന്നില്ല? അതെ, എന്തായാലും നന്ദന പറയുന്ന ഈ നട്ടലിന്റെ പരാമർശം പോലും ചോദിച്ചിട്ടില്ല. ബാക്കിയുള്ളവർക്കൊക്കെ ഒന്നും പറയാൻ പാടില്ല, മീൻസ് എന്തും പറയാം. ഋഷി പറയുന്ന മാത്രം ചോദ്യം ചെയ്യുന്നു. അതുപോലെയാണ് എനിക്ക് തോന്നിയത്. ചോദിക്കുമ്പോ എല്ലാവരും പറയുന്നത് ചോദിക്കണം, അത്രേ ഉള്ളൂ. അതെ, പിന്നീട് ലാലേട്ടൻ ഇത് പറയുന്നു മോശമായിട്ടുള്ള സംസാരമാണ്. പിന്നെ അതുപോലെ തന്നെ പ്രോപ്പർട്ടി നശിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് 500 പോയിന്റ് കട്ട് ചെയ്യുന്നു എന്നുള്ള രീതിക്കും പറയുന്നുണ്ട്. പിന്നീട് ഒളിഞ്ഞിരിക്കുന്ന കഴിവ് കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു ടാസ്ക് ആയിരുന്നു. വളരെ ഇങ്ങനെ സമയം കൊല്ലാന്നൊക്കെ എപ്പോഴാണ് കണ്ടത്. അതെ, ഋഷിയും അപ്സരയും തമ്മിൽ ആയിരുന്നു ആ പരിപാടി. എന്ന് വെച്ചാല് അല്ല, ഋഷി അപ്സരയും മാത്രമല്ല, എല്ലാവരും ഉണ്ടായിരുന്നു. ഓരോരുത്തർക്കും ഒരു പാർട്ണർ ഉപയോഗിക്കാം. ഒരാൾ വായിക്കുന്നു, ഒരാൾ അഭിനയിച്ച് കാണിക്കുന്നു. ആദ്യം അപ്സരയുടെ വക ഒരു നാടകം, ഋഷി അപ്സര, പിന്നീട് നോറയും ജിൻഡോയും, പിന്നെ ജാസ്മിനും സിജോയും, റസ്മിനും ജാസ്മിൻ വെകിളി പിടിച്ചണക്കുള്ള അഭിനയമൊക്കെ ഉണ്ടായിരുന്നു. അത് നമുക്കത് പിന്നീട് ആവശ്യം വരും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ അങ്ങനെ പറഞ്ഞത്. കൂട്ടത്തിൽ ക്രിയേറ്റീവായിട്ടും രസകരമായിട്ടും ചെയ്ത ഒരേ ഒരു ടീം എന്ന് പറഞ്ഞാൽ അർജുൻ ശ്രീതു ആയിരുന്നു. അവര് ഒരു തമിഴ് മലയാളം പാട്ടിന്റെ കോംബോ പോലെ നല്ല രസത്തിൽ ചെയ്തു. അതുപോലെ ശരശയ്യ എന്നുള്ളത് അവര് ശരശയ്യ അങ്ങനെ ആക്കി നല്ല ഫണ്ണായിട്ട്, അതുപോലെ തന്നെ വാരായോ തുടങ്ങിയ അതെല്ലാം പാട്ടുകളുടെയും പാടി എന്തെങ്കിലും BGM ഒക്കെ ഇട്ട് ക്ലോസ് ചെയ്തു. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് അതിനൊരു സമ്മാനം കൊടുക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ലാലേട്ടൻ ചോദിക്കുന്നു, ഇത് ആർക്ക് കൊടുക്കും ഇപ്പൊ? എന്നിട്ട് പറയാണ്, നിങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ നിങ്ങളുടെ സ്വന്തം പേര് തന്നെ പറയും എന്ന് പറഞ്ഞിട്ട് ഏറ്റവും നന്നായിട്ട് ഫണ്ണായിട്ട് ചെയ്തത് സിജോ ജാസ്മിനാണ്. സത്യം പറഞ്ഞാൽ വല്ലാണ്ടായി പോയി. കാര്യം പുള്ളിക്കാരൻ കണ്ണുപൊട്ടനാണോ എന്നൊരു സംശയിച്ചു. കാര്യം കാണുന്ന ആർക്കും മനസ്സിലാവും അർജുനും ശ്രീതുമാണ് ഏറ്റവും നന്നായിട്ട് ക്രിയേറ്റീവ് ആയിട്ടും ചെയ്തതെന്നുള്ളത്. എന്നിട്ട് സിജോയ്ക്കും ജാസ്മിനും തന്നെ കൊടുക്കുന്നു. അല്ല, ഇതിനിടയ്ക്ക് വെച്ചിട്ട് അർജുന്റെ അടുത്ത് പറയുന്നുണ്ട്, മോനെ ഇത് നിങ്ങളുടെ നല്ല പെർഫോമൻസ് ആയിരുന്നു, പക്ഷെ കൊടുക്കാൻ പറ്റുള്ളൂ. എനിക്കിപ്പോ ജാസ്മിന് കൊടുക്കാതെ വേറെ നിവർത്തിയില്ലല്ലോ മോനെ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എത്ര നന്നായിട്ട് ചെയ്താലും എനിക്ക് വേറെ വഴിയില്ല. മാത്രമല്ല, ലാലേട്ടൻ ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, മോളെ ഹാപ്പിയാണോ മോളെ, ജാസ്മിന്റെ അടുത്ത്. അപ്പൊ ലാലേട്ട ഹാപ്പി അല്ല ലാലേട്ട. അപ്പൊ ചോദിക്കുമ്പോ അത് പറയാൻ പറ്റത്തില്ല. അപ്പം പറയാൻ പറ്റത്തില്ലെങ്കിൽ എന്നാ വേണ്ടെന്ന് പറഞ്ഞിട്ട് അതേ കാര്യം തന്നെ, അതായത് അവള് പറയാൻ വിട്ടുപോയ കാര്യം ഇതാണോന്ന് അറിയാൻ വേണ്ടി ലാലേട്ട തന്നെ ചോദിക്കുകയാണ്. എന്റെ ജയിലിന്റെ കാര്യം ഫെയർ ആയിട്ട് തോന്നിയോ മോളെ എന്നൊക്കെ ഉള്ള ചോദിക്കുന്നത്. അപ്പൊ പിന്നെ ജാസ്മിൻ പറയുന്നൊരു കാര്യം വെച്ചാല്, ഉള്ളതില് പ്രശ്നമുള്ളത് ഞാനായതുകൊണ്ട്, എന്ന് വെച്ചാൽ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് ജാസ്മിനെ ആക്കിയത്, അത് പറഞ്ഞത് മോശമായി പോയി എന്നുള്ള രീതിക്കാണ് ജാസ്മിൻ പറയുന്നത്. പക്ഷെ അതിൽ എനിക്കും ഒരു ഇത് തോന്നുന്നു. കാര്യം അത് അൺഫെയർ തന്നെയായിരുന്നു. ജാസ്മിനെ അത് ജയിലിൽ വിടേണ്ട ഒരു ആവശ്യം ഇല്ലായിരുന്നു. ആരും ഇല്ലാത്തോണ്ട് ജാസ്മിൻ വേറെ ആരും ഇല്ലായിരുന്നേ കുഴപ്പമില്ല. അതിപ്പോ ടാസ്ക് കുളമാക്കിയ അപ്സരയും അതുപോലെ ഈ എന്താണ് ഋഷിയെ ഋഷി എന്താണ് ക്യാപ്റ്റൻസിയിൽ മോശമായിരുന്ന രീതിയിൽ. പക്ഷെ മറ്റുള്ളവരെ ആൾറെഡി നോമിനേറ്റ് ചെയ്തു. അപ്സരനെ ചെയ്യായിരുന്നു, വേറെ ആരെങ്കിലും ചെയ്യായിരുന്നു. ചെയ്യാത്ത ആൾക്കാരെയോ. അവസാനം ജാസ്മിൻ ആ പ്രശ്നത്തെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന വെച്ചാൽ, ഒന്നുമില്ലാത്തതുകൊണ്ട് ജാസ്മിൻ എന്ന് പറഞ്ഞ ഈ പറയുന്ന റസ്മിനോടും പവർ ടീമിനോടും പുച്ഛം മാത്രം എന്ന് പറഞ്ഞാണ് ജാസ്മിൻ അത് അവസാനിപ്പിക്കുന്നത്. സത്യത്തിൽ അത് ജാസ്മിന്റെ ഭാഗത്ത് തന്നെയാണ് ന്യായമെന്ന് ആണ് എനിക്ക്, ആ കാര്യത്തിന് മാത്രം. പിന്നീട് എന്താണ്,
വരച്ച കുറച്ച് പടങ്ങൾ കാണിക്കുന്നു. അത് ജയിലിൽ ശിക്ഷ പോലെ കൊടുത്ത് പടം വരയ്ക്കാനാണ്. അപ്പം അത് അത്യാവശ്യം നല്ലായിരുന്നു അല്ലേ? അത്യാവശ്യം നന്നായിട്ട് വരച്ചിട്ടുണ്ട്. എല്ലാവരെയും പറ്റി രണ്ടുപേരും പടവും ഋഷിയും ചെറിയ ജാസ്മിനും ഡയലോഗുകളും. നല്ല രീതിയിൽ വരച്ചു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഡയലോഗുകളും എന്ന് വെച്ചാൽ 1-2 സെന്റൻസിൽ കുറച്ച് ഡയലോഗുകളും അത്യാവശ്യം നല്ല രസമായിരുന്നു അത്. എന്നിട്ട് അതിനൊരു സമ്മാനം പോലെ ഈ വരച്ചവർക്ക് കൊടുക്കാൻ വേണ്ടി അവരുടെ പടം, അതായത് ഒരു ക്യാരിക്കേച്ചർ വരച്ചത് ബിഗ് ബോസിന്റെ ടീമിൽപ്പെട്ട ഏതോ നവനീത് എന്ന് പറയുന്ന ആള് ഉം. രണ്ടുപേരുടെയും പടം വരച്ച് കൊടുത്തായിരുന്നു. അത് കാണിക്കുന്നുണ്ട്. അതെ, പിന്നീട് എവിക്ഷൻ പ്രോസസ് ആണ് നടന്നത്. നന്ദന, അപ്സര, ശരണ്യ, ജിൻഡോ, ശ്രീതു, സിജോ, ശ്രീരേഖ എന്നിവരാണ് എവിക്ഷൻ പ്രോസസ്സിലുള്ളത്. അതിൽ 2 പേരെ മാത്രം നിൽക്കാൻ പറ്റും. അവിടെ നന്ദനെയും ശരണ്യനെ മാത്രം വിളിച്ചിട്ട് ഒരു പ്രോസസ് നടത്തും. ബാക്കിയുള്ളവർക്ക് നാളെ എന്ന് പറഞ്ഞിട്ട് ഒരു എന്താണ് ഒരു ചെറിയ ഡ്രാമ പോലെ ഒരു പോസ്റ്റ്മാൻ ഒരു സാധനം കൊണ്ട് കൊടുക്കും. അപ്പം ഇവരുടെ ഫോട്ടോ അവിടെ ഓരോ ലെറ്റേഴ്സ് ആയിട്ട് കൊണ്ടു കൊടുക്കുന്ന ലെറ്റേഴ്സ് ആയിട്ട് ഒട്ടിച്ചു വെക്കണം. അപ്പൊ ആരുടെ പേരാണോ പൂർത്തിയാക്കാൻ കഴിയാത്തത് അവര് പുറത്തു പോകും. അങ്ങനെ അവസാനം നന്ദനയുടെ പേര് 2 തവണയായിട്ട് പൂർത്തീകരിക്കാൻ പറ്റുന്നു, ശരണ്യയുടെ പറ്റുന്നില്ല, ശരണ്യ പുറത്താവുന്നു. അപ്സര ശരിക്കും നല്ല രീതിയിൽ വിഷമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവര് നല്ല കമ്പനി ആയിരുന്നല്ലോ. ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി നല്ല ഇമോഷണലി വേറൊരു കേസാണ് ശരണ്യയുടെ തുടക്കത്തിലൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിന്നുണ്ട് ഒരു ഘട്ടത്തിലെ. പിന്നെ അങ്ങ് പവർ ടീം കൺസെപ്റ്റ് ഒക്കെ വന്നതോടുകൂടി പുള്ളിക്കാരി അങ്ങ് നെഗറ്റീവായി. മാത്രമല്ല പലരുടെ നിഴലൊക്കെ ആയിട്ട് മാറി. തുടക്കത്തിൽ ആ ഋഷി നമ്മുടെ ശരണ്യ ഇഷ്യൂ ഒക്കെ വന്ന സമയത്ത് പോളിലെല്ലാം ശരണ്യക്ക് നല്ല കയറി വന്നതായിരുന്നു. പക്ഷെ പിന്നെ അങ്ങ് അണഞ്ഞുപോയി. മാത്രല്ല ആള് കണ്ടായിരുന്നു 35-40 വയസ്സ് തോന്നിക്കുമെങ്കിലും ആകെ 28 വയസ്സേ ഉള്ളൂ. 28-29 വയസ്സേ ആയുള്ളൂ ഈ വർഷം. അപ്പം എന്താ പറയാ, ഒരു ഫെയർ എവിക്ഷൻ തന്നെയാണ് ശരിക്കും. ശ്രീരേഖ ശരണ്യ തന്നെയാണ് ഏറ്റവും കുറവായിട്ട് നിന്നത്. അപ്പം അതിൽ ശരണ്യ പോകുന്നു. എല്ലാവരുടെ എന്താണ് ബായി ഒക്കെ പറഞ്ഞ് നമ്മുടെ കുറച്ചുപേരൊക്കെ അവിടെ കരയുന്നുണ്ട്. എന്തായാലും എല്ലാവർക്കും ഓരോരുത്തരായിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അവസാനം വിജയിയെ പ്രഖ്യാപിക്കാൻ പറ്റൂ. അതാണ് വേറെ വഴിയില്ല. എന്തായാലും ശ്രീരേഖ ശരണ്യം കുറവുള്ളതിൽ ശരണ്യ ആദ്യം പോയി. നാളെ മിക്കവാറും ശ്രീരേഖ പോകുന്നാണ് തോന്നുന്നത്. അതെ, എന്തായാലും ഈ പറയുന്ന 62ാമത്തെ ദിവസത്തിന്റെ വെള്ളപൂശൽ ഇതൊക്കെ തന്നെയാണെന്ന് പറയാം അല്ലേ? അതെ, ഇതോടുകൂടി അവസാനിക്കുകയാണ് ഈ എപ്പിസോഡ്. അതെ, അപ്പോ ബൈ.